ചേട്ടാ ഒന്ന് ഓടിച്ചു നോക്കുന്നോ? ഒന്ന് ഓടിച്ചു നോക്ക് ചേട്ടാ. ഐശ്വര്യമായിട്ടൊന്ന് ഓടിച്ചു നോക്കി. എടുത്തു കയറുമല്ലേ? വാന്ന് കയറുന്നോ? ഇല്ല. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം. പക്ഷെ നമ്പർ കൂട്ടുമ്പോ 8 കിട്ടുന്നത്. 9 ആയിരുന്നെങ്കിൽ. ഏത് നമ്പറായാലും ഒരു കുഴപ്പമില്ലെന്ന് പെൺമണിയേട്ടാ. അല്ല ശരിയാ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എന്നാലും 9 ആയിരുന്നെങ്കിൽ. എങ്ങനെ? നന്നായി. അമ്പലത്തിൽ കൊണ്ട് പൂജിച്ചോളൂ. ഓ, പുതിയൊരു കാറ് മേടിച്ചു, പൂജിക്കാൻ കൊണ്ടുവന്നു. ആയിക്കോട്ടെ. തിരുമേനി, ഓ, ഇപ്പൊ ഇവിടെ നിന്ന് കീർത്തനം പാടിയ കുട്ടിയതാ. പൂവത്തെ കുഞ്ഞിക്കണ്ണന്റെ മോളാ. കുഞ്ഞിക്കണ്ണന്റെ മോളല്ലേ? അതെ. എന്താ പേര്? മായ. ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? 4 വർഷമായിട്ട് മ്യൂസിക് അക്കാഡമി പഠിക്കായിരുന്നു. ഇപ്പോഴാ കോഴ്സ് കഴിഞ്ഞത്. ഞാൻ ഊഹിച്ചു. പിന്നെ കീർത്തനം നന്നായി. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഞങ്ങളുടെ തമ്പുരാന്റെ അനിയനല്ലേ? മൈഥിലി ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഏട്ടത്തിയമ്മ അറിയോ? നന്നായി അറിയും. മന്നാടിയാരുടെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. കല്യാണക്കാര്യം മൈഥിലി ചേച്ചി എനിക്ക് എഴുതിയിരുന്നു. എക്സാം ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വില്ലു വെച്ച കുതിരവണ്ടിയിൽ മന്നാടിയാർ പോകുന്നത് നോക്കി നിന്നിട്ടുണ്ട്. അതിൽ കയറണമെന്ന് മൈഥിലി ചേച്ചിക്ക് വലിയ മോഹമായിരുന്നു. ഞങ്ങളുടെ തമ്പുരാന് വലിയ മനസ്സാ. എന്താ കുട്ടിയുടെ പേര്? മായ. മായ. മൈഥിലി, പുലർച്ചെ ഞാൻ പൂവത്തെ കുഞ്ഞിക്കണ്ണേട്ടന്റെ വീട് വരെ ഒന്ന് പോവാ. എന്തിനാ ഏട്ടാ? വെറുതെ ഒരു സംബന്ധാലോചനയ്ക്ക്. വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധമില്ല. ആർക്കാ? മൈഥിലി, നമ്മുടെ ഇളം തലമുറയ്ക്ക് ആ വീട്ടിലെ കുട്ടി ചേരുവോ? ഒന്നാന്തരായിട്ട് ചേരും. പാട്ട് പാടുമ്പോ അനിയന്റെ ചേഷ്ടയൊക്കെ ഞാൻ കണ്ടു. അയ്യേ, ഇരിക്കടവിടെ. ഇരിക്കവിടെ. ചേട്ടന്റെ ഒരു കാര്യം. അല്പം ധൃതി കൂടിയാലും മന്നാടിയാർമാർക്ക് തെറ്റുപറ്റാറില്ല. അവളെ നിനക്ക് ഇഷ്ടായോ? എന്താ ചോദിച്ച കേട്ടില്ലേ? പോയല്ലോ പിന്നെ. പിന്നൊരു കാര്യം, ആ കുഞ്ഞിക്കണ്ണന്റെ കുടിശ്ശിക കുറച്ച് ബാക്കിയുണ്ട്. നാളെ കാണുമ്പോ അതുകൂടി. നന്നായി. കല്യാണാലോചനയ്ക്കിടയ്ക്ക കുടിശ്ശിയുടെ കാര്യം ചോദിക്കുക. ഈ പൊന്മണിയേട്ടനെ എപ്പോ നോക്കിയാലും കൊടുക്കാനും കിട്ടാനുള്ള കണക്കേ ഉള്ള ഓർമ്മയിൽ. എന്റെ ഈശ്വര, എന്താ ഞാനീ കേക്കണേ? അപ്രതീക്ഷിതമായി മന്നാടിയാര് പറഞ്ഞപ്പോ ഞാൻ ഇടിവിട്ടേറ്റ പോലെയായി. എന്നെ പരീക്ഷിക്കൊന്നും അല്ലല്ലോ. കുറച്ചു ദിവസം മുമ്പ് അവളുടെ ജാതകം ഒരു ജോത്സ്യരെ കാണിച്ചപ്പോ വളരെ വലിയ നിലയിൽ കഴിയാനുള്ള യോഗം ഉണ്ടെന്ന് അയാള് പറഞ്ഞതേ. ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചില്ല. ഇനിയിപ്പോ മന്നാടിയാരുടെ യുക്തം പോലെ ആവട്ടെ. അപ്പോ ഞാൻ അടുത്തൊരു മുഹൂർത്തം കുറിക്കട്ടെ? ആയിക്കോട്ടെ. ഞാനും പൊന്മണിയേട്ടനും കൂടി ഇന്ന് ജോത്സ്യരെ കണ്ടു.
ചിങ്ങം 6-നും 14-നും നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞത്. 14-ാം തീയതി തന്നെ ആയിക്കോട്ടെ, അല്പം സാവകാശം കിട്ടുമല്ലോ. നമ്മുടെ കല്യാണം പെട്ടെന്നായതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും ആയില്ല. വീടിന്റെ അങ്ങനെ പോരാ, കേമാക്കണം. 3 ദിവസത്തെ കല്യാണം, മുറ്റത്ത് നെടുമ്പുര ഇടണം, ഊരടച്ച് വിളിക്കണം. ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല എന്ന് നാട്ടുകാരൊക്കെ പറയണം. കാമാക്ഷിപുരത്ത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്ക് നേരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നീ കൂടെ ഒക്കെ നോക്കണം. ഇപ്പോ അമ്മയുടെ സ്ഥാനത്ത് നീയാ. മനസ്സിലായി. പഴയ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൊന്മണിയേട്ടനോട് ചോദിക്കാം. ഉവ്വ്. ആരാ ആരാ എന്താ വേണ്ടത്? എന്റെ പേര് ഭദ്രൻ. അടുത്ത ഗ്രാമത്തിലെയാ. കോയിക്കലെന്ന വീട്ടുപേര്. എന്താ കാര്യം? ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. ഇപ്പൊ അവളുടെ അച്ഛൻ അവളുടെ സമ്മതം കൂടാതെ മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ പെൺകുട്ടികൾ? എന്താ അവളുടെ പേര്? ആരാ അവളുടെ അച്ഛൻ? പെൺകുട്ടിയുടെ പേര് മായ. അവളുടെ അച്ഛന്റെ പേര് പൂവത്തിൽ കുഞ്ഞിക്കണ്ണൻ. അനാവശ്യം പറയരുത്. മൈഥിലി, മായയുടെ സമ്മതം കൂടാതെയാണോ കല്യാണം നിശ്ചയിച്ചത്? അതെ. ഞാൻ നാട്ടിലില്ലായിരുന്നു. കുറച്ച് ദൂരെ എനിക്ക് ജോലി. മായയുടെ കത്ത് കിട്ടിയപ്പോഴാ വിവരം അറിയുന്നത്. അവളുടെ അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാ മന്നാടിയരെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മായയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവൾക്കും ദയവായി ഞങ്ങളെ പിരിക്കരുത്. നീ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണോ? പാതിരായ്ക്ക് മന്നാടിയാരെ വിളിച്ചുണർത്തി ഞാൻ കളവ് പറയില്ല. അവള് മറിച്ചു പറഞ്ഞാലോ? എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചോളാം.